ഹലോ, ഇന്നിപ്പോൾ 4-മത്തെ ദിവസമായി. ഇന്ന് 23-ാം തീയതിയാണ്. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ആക്ച്വലി ഇന്നലെ നമ്മൾ എല്ലോറ കേവ്സ് കാണാൻ പോയ കുറച്ച് സമയം നമുക്ക് ലോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ലോസ്റ്റ് അല്ല, നമുക്ക് ആ ഒരു ഡെസ്റ്റിനേഷൻ കാണാൻ പറ്റിയല്ലോ. എന്നാലും കുഴപ്പമില്ല. നമ്മൾ പോണത് കോട്ടയിലേക്കാണ്. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ. പിന്നെ ഡൽഹിക്ക് അധികമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 8:30 ആയി. ഈ സമയത്താണ് ഉറങ്ങി എഴുന്നേറ്റത്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, നല്ല ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ യാത്ര തുടരുകയാണ്. ബാക്കി വീഡിയോ ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. കാണുന്ന ഹോട്ടലാണ് കേട്ടോ നമ്മൾ 3rd ഡേ നിന്നത്. ഇത് പെട്ടെന്ന് പോണ വഴിക്ക് നമ്മൾ കയറി നിന്നതാണ്. അവിടെ അടുത്ത ചാർജിങ് സ്റ്റേഷനിലേക്ക് പോണ വഴിയാണ് കേട്ടോ. ഇൻഡോറിന്റെ തൊട്ട് മുന്നേറ്റാണ് നമ്മുടെ അടുത്ത ചാർജിങ് സ്റ്റേഷനുള്ളത്. ഡെഫൊന്നും എനിക്കറിയില്ല, എനിക്ക് അത്ര വിവരമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥലമൊക്കെ നോക്കൂ, വലിയ ഡെവലപ്മെന്റും കാര്യങ്ങളും ഒന്നും ഇവിടെ ഇല്ല. ഇപ്പോഴും ഇങ്ങനെ ഉണങ്ങിയിട്ടുണ്ട്, ഉണങ്ങി പിടിച്ച ഒരു സ്ഥലങ്ങൾ. എന്താ കുറേ പശുക്കളും ആടുകളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ വീട് എവിടെയൊന്നും മനസ്സിലാവണില്ല. കുറേ ദൂരത്താണ് ഇവരുടെയൊക്കെ വീട് തോന്നുന്നു. എന്നിട്ട് ഇങ്ങനെ നമ്മുടെ ബെന്യാമിൻ്റെ ആടുജീവിതം പോലെ കുറേ മലകളും കാടുകളും ഒക്കെ. അവിടെ കാടില്ലല്ലോ അല്ലേ, കുറേ മലകളും മരുഭൂമിയൊക്കെ താണ്ടിയിട്ട് ആടിനെ മേയ്ക്കാൻ വരുന്ന പോലെയാണ് എനിക്ക് ഈ വ്യൂ കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ ഇവിടെ ഉള്ളത് കുറേ ട്രക്കും കാര്യങ്ങളൊക്കെയാണ്. വേറൊരു സാധനം ഈ NH-ന്റെ അടുത്ത് ഇല്ല കേട്ടാ. ശ്യാമ ഇപ്പൊ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടിരിക്കുകയാണ്. അല്ല കേട്ടോ, ഗ്ലാമർ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടിരിക്കുകയാണ്. ആ പാട്ടോ, കൊമ്പിലെ വായാടി ഇന്നും ചേട്ടന്റെ ചിങ്കാരി. Hey, looking for a great stay? ഇത് നമ്മൾ വേറൊരു വീട് വഴി കൂടിയാണ് വരുന്നത്. ഇത് ഇഷ്ടിക ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇത്ര കഷ്ടപ്പാടിൻ്റെ ഒടുവിലാണ് നമ്മുടെ കൈക്കൊക്കെ ഇഷ്ടിക എത്തുന്നത്. പൊരിയും വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ് ഇവിടെ. ഇതുണ്ടോ, ഇവിടെ കുറേ ആൾക്കാരൊന്ന് പണി. ഇതെന്താ ഇവിടെ ഇത് മങ്ങിച്ച ഇപ്പോഴുണ്ട്. ഇല്ലേ ക്ലാസ്സിൽ എന്താ വിളഞ്ഞിക്കണമെന്ന് നിങ്ങൾക്ക് അറിയോ? അരിയല്ല കേട്ടോ, ഗോതമ്പാണ്. അപ്പൊ ഈ ഗോതമ്പ് വിളഞ്ഞെടുത്തിട്ട് ഈ പൊരിയും വെയിലത്ത് ചേച്ചിമാരതൊക്കെ വിളവെടുക്കണ കാണുന്നുണ്ട്. ഓരോ കൃഷിയും ഒരുപാട് അധ്വാനത്തിന്റെ ഫലമാണെന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ. ദൂരത്ത് അവിടെ ഇഷ്ടിക ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. അവിടെയും ഒരുപാട് ഈ ചെറിയ കുട്ടികൾ തൊട്ടിട്ട് വലിയ ആൾക്കാർ വരെ ഈ ഇഷ്ടികയുടെ ഉണ്ടാക്കുന്നതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ് പുറത്ത്. സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ? ഇവിടെ ഒന്നും ഒരു തുള്ളി വെള്ളം പോലും ഇല്ല, ഡ്രൈ ആയിട്ട് കിടക്കുക. ഈ ഡ്രൈ ആയിട്ട് കിടക്കുന്നിടത്ത് അതന്നെ പറഞ്ഞു, പുഴയിൽ വെള്ളമൊന്നും ഇല്ലാന്ന്. ഒരു വെറ്റായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ ആടിനെ മേയ്ക്കുന്നുണ്ട്, ഇഷ്ടിക പണി നടക്കുന്നുണ്ട്, ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോ നാട്ടിലെയും കാഴ്ചയാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റണത്. ഈ റോഡിലത്തെ ജെർക്കിങ് ഉണ്ട്, റോഡ് അങ്ങനെയാണ് കണ്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഫോൺ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവണത് കേട്ടോ. ഈ ഒട്ടകം നല്ല സൈസ് ഉണ്ടല്ലോ. UP തൊട്ടൊക്കെ ഉണങ്ങിയിട്ടല്ലേ. ഒട്ടകത്തിന് സ്കിൻ അലർജി ഉണ്ട്. പക്ഷെ നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട് അവർക്ക്.
ബാക്കിൽ വണ്ടിന്റെ അടുക്ക് ചൂടാവും വരും. വണ്ടി ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് 4th ഡേ ആണ്. 4th ഡേയിൽ നമുക്കൊരു അബദ്ധം പറ്റി. നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വണ്ടി ചാർജ് ചെയ്യാൻ നോക്കിയപ്പോൾ അവിടെ മുന്നൊരു ഡെസ്റ്റിനേഷനിൽ കർണാടകയിൽ നമുക്ക് പറ്റിയ പോലെ അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവർ 4 മണിക്ക് വരും പറഞ്ഞിട്ട് നമ്മൾ 4 മണി വരെ വെയിറ്റ് ചെയ്തു. പക്ഷെ 4 മണി വരെ വെയിറ്റ് ചെയ്തിട്ട് കറണ്ട് വന്നില്ല. 2 മണിക്കൂർ നമ്മുടെ വേസ്റ്റായി പോയി. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഞാൻ ഈ എടുത്തതിനൊക്കെ കുറേ ചീത്തയൊക്കെ വിളിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ചീത്തവിളി കണ്ടിട്ടാവും ഇങ്ങനെ വീണ്ടും ആപ്പ് നോക്കിയപ്പോൾ ടാറ്റയുടെ ഒരു ചാർജിങ് സ്റ്റേഷൻ അതിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. പക്ഷെ അത് നേരത്തെ നോക്കിയില്ല. അങ്ങനെ 2 മണിക്കൂർ ഞങ്ങൾക്ക് വേസ്റ്റായി. ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ടാറ്റക്കാർ വന്ന് നമ്മുടെ വണ്ടിയൊക്കെ കയറ്റിക്കൊണ്ടുപോകേണ്ടി വരുമെന്ന്, ആ അവസ്ഥയിലേക്ക് ആവുമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു ഡ്രോബാക്കാണ് കേട്ടോ ഇത്. കറണ്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ പല ചാർജിങ് സ്റ്റേഷനും വർക്ക് ആവില്ല. ഒരു ലോങ് ജേണിക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ ഇപ്പം ഞാൻ പറയണോ, ഒന്നും കൂടി ഒന്ന് ഡെവലപ്പ് ആയതിനു ശേഷം നിങ്ങളൊക്കെ എടുത്താൽ മതി കേട്ടോ ലോങ് ജേണിക്ക്. പക്ഷെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ, അതായത് നമുക്ക് കേരള ടു ഡൽഹി അത്യാവശ്യം ലോങ് ട്രിപ്പ് ആണല്ലോ. അത്ര ലോങ് ട്രിപ്പ് നിങ്ങൾ ഒരിക്കലും ചൂസ് ചെയ്യേണ്ട. കാരണം നിങ്ങളുടെ ടൈം ഉണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷെ നമ്മളൊക്കെ 2 ആൾക്കും ജോയിൻ ചെയ്യാനുണ്ട്. നമ്മുടെ ടൈം ഉണ്ട്, പക്ഷെ എന്നാലും പോയിട്ട് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണ്ടേ. അപ്പം ആ ഒരു ടൈം നമ്മൾ ഇന്ന് എത്തിയിട്ട് അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എങ്കിൽ 2 മണിക്കൂർ വേസ്റ്റായി. ഇന്ന് എത്തില്ല എന്നാണ് തോന്നുന്നത് എനിക്ക്. നാളെ ഒരു രാവിലെയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ എത്തും. പക്ഷെ എന്നാലും ഇന്നൊക്കെ ഒരുപാട് ടൈം വേസ്റ്റായി. ഇപ്പോഴാണ് നമ്മൾ ടാറ്റയുടെ ഇവിടെ വന്ന് ചാർജിനിട്ടത്. ഇപ്പോൾ 11% നിന്ന് 85% ആയിട്ടുണ്ട്. വീണ്ടും ഒരു 3-3.5-4 മണിക്കൂർ വരെ നമ്മൾ ഇവിടെ ഇരുന്നു. 4 മണിക്കൂർ നമ്മൾ ഇവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത്, നമ്മുടെ പല ആപ്പുകളിലും ഉണ്ടല്ലോ ടാറ്റയുടെ ചാർജിങ് സ്റ്റേഷൻ കാണിക്കില്ല. അപ്പോൾ നിങ്ങൾ ടാറ്റയുടെ ഒന്നും കൂടി സെർച്ച് ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾ ഇരിക്കുന്നതിൻ്റെ അടുത്തോ കാര്യങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് നോക്കണം കേട്ടോ, ടാറ്റയുടെ ചാർജിങ് സ്റ്റേഷൻ എവിടെയാണെന്നുള്ളത്. അപ്പം ഞങ്ങൾ നോക്കിയിട്ട് നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഓഫീസിൽ 5 മണിയായപ്പോഴേക്കും എല്ലാവരും പോയിട്ടുണ്ട്. നമ്മളോട് ഇവിടെ AC ഒക്കെ ഇട്ടിരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ റെസ്റ്റ് എടുക്കാൻ പറ്റിയ സന്തോഷത്തിലാണ് ഞാൻ. കാരണം നമുക്ക് സോഫയൊക്കെ ഉണ്ടല്ലോ, വേണമെങ്കിൽ ഇത് കിടന്നുറങ്ങിയിട്ടൊക്കെ പോവാം. നമുക്ക് കണ്ട് വിട്ടാന്നിരിക്കുക. ഒരു സ്റ്റാഫ് പറഞ്ഞു CCTV ഉണ്ടല്ലോ, അതുകൊണ്ട് സേഫാണെന്ന് അവർക്കും അറിയാം. അവരൊക്കെ പോയി നമുക്ക് കുടിക്കാൻ വെള്ളമൊക്കെ തന്നു, AC-യുടെ റിമോട്ട് തന്നു, ഒക്കെ തന്നിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ അവിടെ ചാർജിങ്ങിലാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരും. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കണ്ടെന്നൊക്കെ വെറുതെ പറഞ്ഞത് കേട്ടോ. ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതുള്ളൂ. പക്ഷെ നിങ്ങൾ പെട്ടെന്നുള്ള ആവശ്യത്തിന് ഒരിക്കലും ആക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ പക്ഷെ പൈസ സേവിങ് ആണ്. ഒരുപാട് പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. എങ്കിൽ പോലും ഒന്നും കൂടി ഡെവലപ്പ് ആവേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ എല്ലാ ചാർജിങ് സ്റ്റേഷൻസ് കറണ്ട് ഇല്ലെങ്കിലും അത് വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ കണ്ടെത്തേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നമുക്ക് അടുത്ത ചാർജിങ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ കാണാം. ഇപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. കുറേ റീൽസ് കണ്ടു, കുറേ അത് കണ്ടു, ഇത് കണ്ടു, അങ്ങനെയൊക്കെ നമ്മളിവിടെ ഇരിക്കുകയാണ്. ശ്യാമിനെ കുറേ ചീത്തയൊക്കെ വിളിച്ചു. അത് ഒന്നിനല്ല കേട്ടോ, ചാർജിൻ്റെ ഇതിൽ. അപ്പം നമ്മുടെ മുംബൈ എക്സ്പ്രസ് വേയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എക്സ്പ്രസ് വേ എന്ന് പറഞ്ഞാൽ കുറേ ഓടിച്ചാൽ നമുക്ക് മടുക്കും. കാരണം റോഡ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. സൈഡിലൊന്നും ഒന്നും ഉണ്ടാവില്ല നമുക്ക് കാണാനൊന്നും. പക്ഷെ ഡ്രൈവ് ചെയ്യാൻ പറ്റിയ റോഡാണ് കേട്ടോ. കുറച്ച് ഡ്രൈവ് ചെയ്യാൻ പേടിയുള്ളവരാണ്, ജസ്റ്റ് ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഡ്രൈവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. മെയിനായിട്ട് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നല്ല ഇഷ്ടത്തിന് ഹൈ ഫാസ്റ്റിലൊക്കെ പോണ സ്ഥലമാണിത്. അപ്പം നമ്മൾ ലൈനൊക്കെ കീപ്പ് ചെയ്ത് നല്ല രസത്തിൽ ഓടിക്കുക, എൻജോയ് ചെയ്ത് ഓടിക്കുക, പാട്ടൊക്കെ കേട്ട് നല്ല മ്യൂസിക്കൊക്കെ കേട്ട് നിങ്ങളുടെ ഓരോ റൈഡും നിങ്ങൾ എൻജോയ് ചെയ്യുക. പാട്ട് നമുക്ക് നല്ലൊരു റിലാക്സേഷൻ ആണല്ലേ. അപ്പോൾ അടിച്ചുപൊളി പാട്ടിട്ട് ഹൈ സ്പീഡ് പോകാണ്ടിരിക്കുക. നിങ്ങൾ ചെറിയ പാട്ടിട്ടിട്ട് വേണം പോകാനൊക്കെ.
ഈ റോഡിന്റെ സൈഡിലൊക്കെ ഒരുപാട് പാവമിണ്ടാ പ്രാണികൾ ഉണ്ടാവും കേട്ടോ. അപ്പൊ അവരെയും കൂടി നിങ്ങൾ കെയർ ചെയ്തിട്ട് വേണം ഓടിക്കാൻ വേണ്ടിയിട്ട്. നായകളും പൂച്ചകളും ഒക്കെ ഉണ്ടാവും, അവരൊക്കെ റോഡിൽ ചാടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ജീവനും കളയാണ്ട് നിങ്ങൾ നല്ല സുഖമായിട്ട് അടിപൊളിയായിട്ട് ഓടിക്കുക. അത് നിങ്ങളുടെ സേഫ്റ്റിക്കും അവരുടെ ഒരു ജീവൻ പോണേലോ ഒക്കെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് ചാർജ് ചെയ്യണം. ഇനി കോട്ട എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു ചാർജ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു ചാർജും കൂടി ചെയ്ത് നമ്മൾ ഡൽഹി എത്തും. ഇന്നെത്തുന്ന് വിചാരിക്കുന്നു. ഇന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ എന്തായാലും പുലർച്ചെ കഴിയും. അപ്പൊ നെക്സ്റ്റ് ഡേ ആവും. പിന്നെ എക്സ്പ്രസ് വേയിൽ നമുക്ക് ഫ്രീ കിട്ടിയില്ല എൻട്രി 400 രൂപ. എക്സ്പ്രസ് വേയില് എൻട്രി കിട്ടി. അത് എല്ലാവർക്കും എല്ലാ സമയത്തും കിട്ടാറില്ല. അത് എല്ലാവർക്കും കിട്ടില്ലല്ലോ. ഡിഫൻസ് അലവൻസ് അല്ലേ, അതൊക്കെ ഡിഫൻസിന് കിട്ടുന്ന ചിലൊരു മൂവ്മെന്റ് ലെറ്റർ ഒക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഇത്തവണ നമുക്ക് കിട്ടി, കുഴപ്പമില്ല, ഭാഗ്യമുണ്ട്. ഇവിടെ 300 സംതിങ് എത്ര ആയിട്ടോ തോന്നുന്നു ടൂ വീലറിന് അല്ലേ, 300 എബോ അല്ലേ ടൂ വീലറിന് വരുന്നത്. കാരണം ഈ റോഡ് ഉണ്ടാക്കാൻ അത്യാവശ്യം കോടികളൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ പോലെയുള്ള പാവം ജനങ്ങളെ പിഴിഞ്ഞ് ഇങ്ങനെ പൈസ ഒക്കെ വാങ്ങിയാലല്ലേ അവർക്ക് അത് മുതലാവുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ നിങ്ങളും ഇങ്ങനെ ലോങ് ജേർണി ഒക്കെ വരിക, പ്രത്യേകിച്ച് EV ഒക്കെ എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എക്സ്പീരിയൻസ് ആണ്. നമുക്ക് റെസ്റ്റ് ചെയ്യാൻ ഇഷ്ടം പോലെ ടൈം കിട്ടും EV എടുക്കുമ്പോ. ഒരു മടുപ്പില്ല. പോണല്ലോ കോട്ട എന്ന് പറയുന്ന സ്ഥലമാണ്. കോട്ടയിൽ നമ്മൾ ചാർജിന് വെച്ചിരിക്കുന്നു. 30 kVA ആണ്. അങ്ങനെ നമ്മൾ ജയ്പൂർ എത്തി. ജയ്പൂര് ഹൈവേയിലൂടെ പോയിട്ട് ജയ്പൂർ എത്തിയില്ല, ജയ്പൂര് കഴിഞ്ഞു അല്ലേ? ജയ്പൂരല്ലേ നമ്മൾ? ജയ്പൂർ കഴിഞ്ഞു. നമ്മൾ ജയ്പൂർ ഹൈവേയിലൂടെ പോണ സമയത്ത് വണ്ടി ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഒന്ന് ഉറങ്ങി റെസ്റ്റ് എടുത്തു കേട്ടോ. സേഫായിട്ടുള്ള ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു സൈഡിലായിട്ട്. അപ്പോൾ അവിടെ വേറെ ഫാമിലീസ് കാറൊക്കെ നിർത്തി റെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ യാത്രാമധ്യേ ഉറക്കമൊക്കെ വരികയാണ്, ലേറ്റ് ഡ്രൈവിന് ബുദ്ധിമുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് നിർത്തിയിട്ടൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് വേണം അടുത്ത യാത്ര തുടരാൻ. അല്ലാന്നുണ്ടെങ്കിൽ എത്രയൊക്കെ പറഞ്ഞാലും കുറേ വണ്ടികൾ പോണ സ്ഥലമല്ലേ, അപ്പോൾ അത് സേഫ് ആയിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു, റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിനി ഗാസിയാബാദ് ഡൽഹി എത്താൻ വേണ്ടിയിട്ട് നമുക്കിനി ഒരു 89-90 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ എബൌട്ട് ടു റീച്ചാണ്. അങ്ങനെ എന്താ പറയുക, വീണ്ടും പഴയ സ്ഥലത്തേക്ക്, വീണ്ടും പഴയ റൂട്ടിനൊക്കെ തുടങ്ങാൻ സമയമായി. ഇനി നമുക്ക് ചാർജ് ചെയ്യേണ്ട ജയ്പൂരിൽ നിന്ന് ചാർജ് ചെയ്തതാണ്. ബാക്കി വീട്ടിൽ പോയിട്ട് നമുക്ക് നോർമലി ചെയ്യുന്ന പോലെ സ്ലോ ചാർജ് ചെയ്താൽ മതി. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല, വീട്ടിൽ പോയിട്ട് കഴിക്കാൻ വിചാരിച്ചു. നല്ലൊരു ഹാങ് ഓവർ ഉണ്ട്. ആ വീട്ടിലെ ബെഡിലൊന്ന് കിട്ടുന്ന സുഖം ഉണ്ടല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. പോയിട്ട് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കണം, വീട് വൃത്തിയാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്താറായി. ഇനി 2 ദിവസം കഴിഞ്ഞ് ജോലിക്ക് കയറും. 2 ദിവസമല്ല, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ജോലിക്ക് കയറും. ഇതൊക്കെ തന്നെയാണ് വിശേഷം. ഡൽഹി എത്തി. ഈ കാണുന്നതാണ് അക്ഷരധാം. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഡൽഹിനെ കുറിച്ച് അറിയുന്നവർക്ക്. അപ്പോൾ ഡൽഹി എത്തി. നമ്മൾ പോണ സ്ഥലം ഗാസിയാബാദാണ്. ഈ വഴിയിലൊന്നും തിരക്കില്ല. പക്ഷെ നമ്മൾ കുറച്ച് മുന്നേ നല്ല തിരക്കുണ്ടായിരുന്നു, ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ജയ്പൂരിൽ നിന്നാണ് ലാസ്റ്റ് ചാർജ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ചാർജ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇപ്പോഴും നമ്മുടെ ഒരു 15% ചാർജ് ഉണ്ട്. വീട്ടിലേക്ക് ഒരു 21 കിലോമീറ്ററും കൂടി ഉണ്ട്. 45 കിലോമീറ്റർ 46 കിലോമീറ്റർ വരെ പോവാനുള്ള ചാർജ് ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. പക്ഷെ ആമ മോഡ് ഓൺ ആവും, അത് വിഷയമില്ല. വീട്ടിലേക്ക് പോണോട് ഇനി അവിടെ സ്ലോ ചാർജ് ഇടാവണതേ ഉള്ളൂ. ഇനി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. സമയം ഇപ്പോൾ ഒരു 11:36 ആയിട്ടുണ്ട് ടൈം. നമ്മളൊരു അറൗണ്ട് 12 മണിയാകുമ്പോഴേക്കും എത്തും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ലേറ്റ് ആവും. നമ്മളൊരു ലോങ് ജേണിക്ക് ശേഷം നമ്മുടെ ഫ്ലാറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ക്ഷീണമൊക്കെ ഉണ്ടോ ചോദിച്ചാൽ ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും അത്ര വലിയ ക്ഷീണമൊന്നുമില്ല. ഇവിക്കാരായതുകൊണ്ട് നമുക്ക് വലിയ പെട്രോളിൻ്റെ ഡീസലിൻ്റെ സ്മെല്ലടിച്ച ക്ഷീണം വരും, അങ്ങനെയൊന്നുമില്ല. സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്തിട്ട് എത്തിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ലാണ്ട് നമ്മളിവിടെ എത്തി. അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്ലാറ്റിലെത്തി. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഫ്ലാറ്റ്. നമ്മുടെ സൈഡല്ല, നമ്മുടെ സൈഡ് വേറെ സൈഡാണ്.
ഇനിയിപ്പോ നമ്മുടെ വീടിന്റെ ആംബിയൻസ് ഇല്ല, അതായത് മുറ്റത്ത് വീട്ടിലൊക്കെ നമുക്ക് മുറ്റുണ്ടല്ലോ, ഇവിടെ ഇനിയിപ്പോ ഇറങ്ങുക ബാൽക്കണിക്ക. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്നാലും കുഴപ്പമില്ല, ഇതൊക്കെ ജീവിതത്തിന്റെ ഓരോരോ ഭാഗങ്ങളല്ലേ. അപ്പൊ ഇതായിട്ട് ഇനി പൊരുത്തപ്പെടണം, പെട്ടെന്ന് പൊരുത്തപ്പെടും, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ നോർമലായിട്ട് നമ്മുടെ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്യാം നിങ്ങൾ, അല്ലെങ്കിൽ കമന്റ് ഇടുക. നമ്മുടെ യാത്രേനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.